എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം 54-ാമത്തെ അധ്യായം ഇന്ന് ആരംഭിക്കുന്നു. രുക്മിണി സ്വയംവര കഥ വിസ്തരിച്ചു പറയണു. ഈ 54-ാമത്തെ അധ്യായത്തില് എല്ലാ രാജാക്കന്മാരും കാണുക, എല്ലാവരും മോഹാലസ്യപ്പെട്ട് വീണ് കിടക്കുകയാണ് രുക്മിണിയുടെ സൗന്ദര്യം കണ്ടിട്ട്. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, ഇവരിങ്ങനെ വീണ് കിടക്കുമ്പോ രുക്മിണിയെ കൊണ്ടുപോകണത് ശരിയല്ല. അപ്പൊ കട്ട് കൊണ്ടുപോയി എന്ന് പറയില്ലേ, ഭഗവാന്റെ അമൃതപൂർണമായ ഒരു കടാക്ഷം ആ രാജാക്കന്മാരിലാണ് പതിച്ചപ്പോ അവരെല്ലാവരും ഉറങ്ങി എണീറ്റു. അവന് പെട്ടെന്ന് എണീറ്റു. അപ്പൊ അവര് കാണുന്നത് എന്താ, രുക്മിണി ദേവി ഇതാ കൈപിടിച്ച് മന്ദം മന്ദം അങ്ങനെ സംശയിച്ചു നിൽക്കുന്ന രുക്മിണി ദേവി. ഭഗവാൻ ഇതാ, രുക്മിണി എവിടേക്കാ പോണേ, ഇതല്ലേ നമ്മുടെ തേര് പറഞ്ഞിട്ട് ഭഗവാന്റെ തേരിലേക്ക് കൈപിടിച്ച് അങ്ങോട്ട് കയറ്റുള്ളൂ. കൊനുഗമിഷ്യസി ചന്ദ്രമുഖീതിതാം കരസമേത്യ, കരത്തിൽ അങ്ങോട്ട് പിടിച്ച് ആ സുന്ദരമായ ആ കരപല്ലവം പിടിച്ച് കയറ്റി അങ്ങോട്ട് തേരിൽ കയറ്റി മന്ദം മന്ദം അങ്ങോട്ട് രമിക്കണം. ബലരാമസ്വാമി പറഞ്ഞു, ഇതാ എന്റെ അനുജൻ വിവാഹത്തിനായിട്ട് രുക്മിണിയും കൊണ്ട് പോവാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതാ ഇവരെല്ലാവരും രാജാക്കന്മാരെ അന്തം വിട്ട് നിന്ന് ഒരു മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു നാണക്കേട്, ലജ്ജാകരം, ആ ഗോപാലൻ കൊണ്ടുപോയില്ലേ ഈ കന്യാരത്നത്തെ നമുക്ക് അവകാശപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂട്ടി ക്രോധരായിട്ട് എല്ലാവരും ഒന്നിച്ചു. എല്ലാ രാജാക്കന്മാരും ഭഗവാനോട് എതിരായിട്ടാണ് രാജസമൂഹം യുദ്ധത്തിന് അങ്ങോട്ട് പുറപ്പെടുകയാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്നോപശാന്തയേ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ ചതുഷ്പഞ്ചാശത്തമോऽധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിः തൽക്ഷണാൽ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം ഹുരഹോ രസികാ ഭുവി ഭാവുകാ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാദരവോ വിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീദാച്യുതാ മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഇതി സർവേഷു സംരബ്ധാ
വാഹാനാരുഹ്യ ദംശിതാ സ്വൈർബലൈ പരിക്രാന്ത അന്യോ ധൃതകാർമുകാഹ. അങ്ങനെ രുക്മിണിയെ ഒരു ഗോപാലൻ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഭഗവാൻ രുക്മിണിയെ കൊണ്ട് അങ്ങോട്ട് പോയപ്പോ ദേഷ്യം വന്നു, ക്രോധം വന്ന ആ രാജസമൂഹം യുദ്ധത്തിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് അസ്ത്രശസ്ത്രാദികളൊക്കെ എടുത്ത് അവരവരുടെ സൈന്യങ്ങളെയും ചേർത്ത് രഥം, കുതിര, വാഹനം ഇതെല്ലാം എല്ലാത്തിലും ഇരുന്ന് ശ്രീകൃഷ്ണന്റെ പിന്നാലെ അങ്ങോട്ട് ചെന്ന് എല്ലാവരും യുദ്ധം ചെയ്യാനായിട്ട്. താനാപതതാലോക്യ യാദവാനേകയൂഥപാഃ തസ്തു തൽസന്മുഖാ രാജൻ വിസ്ഫൂർജ സ്വധനുംഷിതേ. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, പിന്നാലെ ഓടി വരണ ആ ജരാസന്ധാദി രാജാക്കന്മാരെ കണ്ടപ്പോ യാദവ സൈന്യനാഥന്മാര് അവർക്ക് ഭയമൊന്നും ഉണ്ടായില്ല. അവര് അവരുടെ വില്ലുകളൊക്കെ അങ്ങോട്ട് മുറുക്കി ഞാണുകൾ അങ്ങോട്ട് വലിച്ച് ടാങ്കാരം ചെയ്തുകൊണ്ട് നിർഭയരായിട്ട് എതിരിട്ട് അങ്ങോട്ട് ജരാസന്ധാദികളോട്. അശ്വപൃഷ്ഠേ ഗജസ്കന്ധേ രഥോപസ്ഥേ ച കോവിദാ മുമുജുർ ശരവർഷാണി മേഘാ അദൃശ്വപോ യഥാ. ആന, കുതിര, തേര് ഇതിലൊക്കെ ഇരുന്ന് യുദ്ധം ചെയ്യാൻ മഹാസമർത്ഥന്മാരായ ഭടന്മാര് മേഘങ്ങള് പർവ്വതങ്ങളുടെ മീതെ ജലം വർഷിക്കുന്നത് പോലെ അങ്ങനെ ശത്രുക്കളുടെ മീതെ ശരങ്ങൾ അങ്ങോട്ട് വർഷിക്കാൻ തുടങ്ങി. എത്ര തന്നെ കഠോരമായിട്ട് മേഘങ്ങള് പർവ്വതങ്ങളിൽ വർഷിച്ചാലും ആ ജലപാത നിമിത്തം പർവ്വതങ്ങൾക്ക് കേടൊന്നും പറ്റില്ലല്ലോ. അതുപോലെ ഈ ഭടന്മാരുടെ ശരവർഷം കൃഷ്ണപക്ഷക്കാരെ നശിപ്പിക്കാൻ സമർത്ഥങ്ങളായിരുന്നില്ല. രുക്മിണി ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ യുദ്ധം ഒന്നും. ആകെ പേടിയായി രുക്മിണിക്ക്. പത്യുർബലം ശരാസാരേ ഛന്നം വീക്ഷ്യ സുമധ്യമാ സവ്രീഡമൈക്ഷൽ തദ്വക്ത്രം ഭയവിഹ്വലലോചന. തന്റെ പ്രിയ ഭർത്താവായ ശ്രീകൃഷ്ണന്റെ സൈന്യം ശത്രുക്കള് ചെയ്ത ശരവർഷത്താൽ മൂടപ്പെട്ടതായിട്ട് കണ്ടപ്പോ രുക്മിണിയുടെ മനസ്സില് അങ്ങനെ ഭയം വ്യാപിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു, ആകെ പേടിച്ചു. അങ്ങനെ അത്യന്തം ചഞ്ചലങ്ങളായിരിക്കുന്ന കണ്ണുകളോട് കൂടിയ ആ സുന്ദരി ലജ്ജയോടെ ഭഗവാന്റെ മുഖത്തേക്ക് ഒന്നൊരു നോട്ടം. കുറച്ച് ഭയമുണ്ട്, എന്നാലും മുഖത്തേക്ക് നോക്കാൻ ഒരു ലജ്ജയുണ്ട്. അങ്ങനെ ഒരു അതിസുന്ദരമായ ആ കണ്ണുകൾ കൊണ്ട് ഒരു കടാക്ഷം. അതങ്ങോട്ട് കണ്ടപ്പോ ഭഗവാന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നോട്ടം, ഒരു കടാക്ഷം. ഭഗവാന് സന്തോഷായി, ആനന്ദവിവശനായി എന്നാ പറയണേ. അപ്പൊ ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറയണു, പ്രഹസ്യ ഭഗവാനാഹ മാസ്മവൈർവാമലോചനെ വിനക്ഷ്യത്യധുനേ വേദൽ താവകൈ ശാസ്ത്രവം ബലം. ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ആ രുക്മിണിയുടെ കടാക്ഷ നിമിത്തം ഭഗവാന്റെ മനസ്സിൽ ആനന്ദം അനുഭവപ്പെട്ടു. അത് പ്രകാശിപ്പിക്കാനായിട്ട് ഹേ വാമലോചനെ, സുന്ദരി എന്ന് വിളിക്കണം. ശൃംഗാരരസത്തെ സൂചിപ്പിക്കുന്ന ഈ സംഭാഷണം ആ ശത്രുക്കളുടെ വീര്യപരാക്രമത്താൽ ഭഗവാനുണ്ടായ ആ നിസ്സാര ഭാവം. ശത്രുക്കൾ എന്തൊക്കെ വീരപരാക്രമങ്ങൾ കാണിച്ചാൽ ഇതൊന്നും ഭഗവാനെ ഇതൊന്നും ബാധിക്കില്ലല്ലോ. പറഞ്ഞു, ഹേ സുന്ദരി, ഒട്ടും ഭയപ്പെടണ്ട കേട്ടോ. ഇതൊക്കെ എന്താ, നമ്മുടെ സൈന്യം ഇതിനേക്കാളൊക്കെ വളരെ ബലമുള്ളതാണ്. അവര് നിന്റെ സംബന്ധികളായിരിക്കുന്നു, അതാ പറയണേ. അപ്പോഴേക്കും വിവാഹങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ ബന്ധുക്കളല്ലേ, ബന്ധുക്കളായിട്ടുള്ള ഈ യാദവ സൈന്യങ്ങളെ, ആ യാദവ സൈന്യങ്ങളെ ഈ ശത്രുക്കളെയൊക്കെ ഇപ്പൊ തന്നെ നശിപ്പിക്കും, ഒട്ടും പേടിക്കണ്ട കേട്ടോ. അതായത് ഭഗവാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവരൊക്കെ അത് ചെയ്തോളും എന്ന് അതാ രുക്മിണിക്ക് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. കുറച്ച് സമാധാനായി രുക്മിണിക്ക്. തേഷാം തദ്വിക്രമം വീര ഗദസംഘർഷണാദയ അമൃഷ്യമാണാ നാരാജേ ജഘ്നുർഹയഗജാൻ രഥാൻ. അപ്പോഴേക്ക് ഈ ശത്രു സൈന്യങ്ങൾ പ്രയോഗിച്ച ശരവർഷങ്ങളാണ്ട് കണ്ട് സഹിക്കാൻ മതിയായിട്ട് പരാക്രമശാലികളായിട്ടുള്ള ഗദൻ, ബലരാമൻ മുതലായ ബലരാമേട്ടന് അങ്ങോട്ട് ദേഷ്യം വന്നു. ഇത്ര ഭയങ്കര യുദ്ധമാണ് അവര് ചെയ്യണതേ. അപ്പൊ ബലരാമനും ഗദനും എല്ലാവരും യാദവ സൈന്യാധിപന്മാരും അവരുടെ സൈന്യങ്ങളെല്ലാം കൂടി അതിഭയങ്കരമായിട്ടുള്ള ബാണങ്ങൾ പ്രയോഗിച്ച് അവരുടെ കുതിരകളെയും ആനകളെയും തേരുകളെയും ഒക്കെ അങ്ങോട്ട് നശിപ്പിച്ചു. പേതുശിരാം സിരധിനാം അശ്വിനാം ഗജിനാം ഭുവി സകുണ്ടല കിരീടാനി സൂഷ്ണീഷാണിജ കോടിശ. ആന, കുതിര, തേര് എന്നീ വാഹനങ്ങളിൽ ഇരുന്ന് യുദ്ധം ചെയ്യുന്നവരുടെ കിരീട കുണ്ടല സഹിതങ്ങളായ ശിരസ്സുകൾ,
അവരെല്ലാം ആ കിരീടമൊക്കെ ധരിച്ചിട്ടുണ്ട്. ആ അങ്ങനെയുള്ള കിരീടമൊക്കെ ധരിച്ച, കുണ്ടലങ്ങളൊക്കെ ധരിച്ച ആ ശിരസ്സുകള് ഗദൻ, ബലരാമൻ മുതലായവരുടെ അസ്ത്രങ്ങൾ കൊണ്ട് മുറിഞ്ഞ് ഭൂമിയിൽ അങ്ങോട്ട് വീഴാൻ തുടങ്ങി. അനേകം രാജാക്കന്മാരുടെ ശിരസ്സുകള് അവിടെ പതിക്കണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓ